നമസ്കാരം. മനുഷ്യനോളം മാറാൻ മറ്റൊന്നിനും കഴിയില്ല. കൂടെ നടക്കുമ്പോൾ പറയും ഞാൻ ഉണ്ടാകുമെന്ന്. എന്നാൽ സാഹചര്യം മാറുമ്പോൾ എല്ലാം മറക്കും. മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കുന്നവരെ മനസ്സിലാക്കി നമ്മൾ ഒഴിഞ്ഞു മാറണം. അത് കൂട്ടുകാരായാലും ബന്ധുക്കളായാലും സ്വന്തമെന്ന് കരുതി ആരായാലും. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിൽ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ചിലതൊക്കെ അവസാനിപ്പിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. തോറ്റെടുത്ത് തന്നെ തുടങ്ങണം. തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടരണം. മുറിവുണ്ടാക്കവരെ മറികടന്ന് വിജയിച്ചു കാണിക്കണം. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. അവിടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെയാണ്. നേരെ മാത്രം നോക്കിയാൽ മതി. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കൽ എല്ലാം ശരിയാകും എന്ന കാത്തിരിപ്പ്. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്കെന്നും വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളുടെ ഗ്ലാമർ കണ്ടിട്ടാണെങ്കിൽ അത് വെറും അട്രാക്ഷൻ മാത്രമാണ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളുടെ സ്മാർട്ട്നെസ് കണ്ടിട്ടാണെങ്കിൽ അത് വെറും റെസ്പെക്റ്റ് മാത്രമാണ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതാണ് യഥാർത്ഥ ഇഷ്ടവും സ്നേഹവും. രാത്രി പകലിനോട് ചോദിച്ചു, എനിക്കാണോ നിനക്കാണോ കൂടുതൽ ഭംഗിയെന്ന്. പകൽ പറഞ്ഞു, ഞാനും നീയും കൂടിച്ചേരുന്ന സംഗമത്തിലാണ് കൂടുതൽ ഭംഗി. ഒറ്റപ്പെടുത്തുമ്പോഴല്ല, കൂടിച്ചേരുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ഭംഗിയുള്ളതാകുന്നത്. കേൾക്കാൻ കൗതുകമുള്ള ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ, അരികിൽ ഉണ്ടാകുമ്പോഴാണ് വാതാരോധ പറയാൻ വാക്കുകൾ ഉണ്ടാകുന്നത്. ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത്. ചിലർ നമ്മുടെ മുന്നിൽ എത്തുന്ന അനുഗ്രഹമായിട്ടാവും, ചിലർ നമുക്കൊരു പാഠമായിരിക്കും. ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാകാം. ഉപേക്ഷിക്കപ്പെട്ടവർക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത കാരണങ്ങൾ. കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. അനുഭവങ്ങൾ ഉള്ളുപൊള്ളിക്കുമ്പോഴും ബന്ധങ്ങൾ നിലനിന്നു പോകാൻ വേണ്ടി സ്വയം ഉരുകി ക്ഷമയിൽ അലിഞ്ഞു ചേരുന്ന ചില ജന്മങ്ങളുണ്ട്. എല്ലാ വീട്ടിലും കാണും മരണം വരെ ദാനം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാൾ. പണമായിട്ടും സ്നേഹമായിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒരു ചോദ്യം മാത്രം അവശേഷിക്കും, നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? സഹിക്കാൻ പറ്റില്ലാത്ത എന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്, അതാണ് സാഹചര്യം. കറിവേപ്പിലയുടെ സ്ഥാനമാണെന്ന് അറിയാമെങ്കിലും പലപ്പോഴും ആവശ്യങ്ങൾക്കായി മാത്രം ചേർത്ത് പിടിക്കുമ്പോൾ അറിയാതെയെങ്കിലും ചേർന്ന് നിൽക്കുന്ന മനസ്സാണ് നമ്മളിൽ പലർക്കും. തുറന്ന പുസ്തകം പോലെ പെരുമാറുമ്പോഴും ചിലർ നമ്മെ വായിക്കുന്നത് മൊത്തം തെറ്റായിട്ടാണ്. വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് വിദ്യാവാതിരിക്കുക. വേദനിക്കും എന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുകയാണെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നവരല്ല. നമ്മുടെ സ്വന്തം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തമായിരിക്കും, അവസ്ഥ മോശമാണെങ്കിൽ ആരും ഉണ്ടാകില്ല നമ്മുടെ കൂടെ. നാറുന്നതും ചീഞ്ഞതും അളിഞ്ഞതും ഒക്കെ വളർന്നു വരുന്ന ചെടിയുടെ മുകളിൽ ആരും ഇടാറില്ല. ചുവട്ടിലിടും, നല്ല വളമാണ്, നന്നായി വളരും. അതേപോലെ നമുക്കെതിരെ വരുന്ന ചീഞ്ഞതും അളിഞ്ഞതും നാറിയതുമായ വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും നമ്മുടെ തലയിൽ കയറ്റി വെക്കരുത്. താഴെ ഇടണം, എന്നിട്ട് മുകളിൽ കയറിയണം. നല്ല വളമാണ്, തഴച്ചു വളരും. പുഴു എന്ന് പുച്ഛിച്ചവർക്ക് പൂമ്പാറ്റയായി ചെന്ന് മറുപടി കൊടുക്കണം. സക്സസ് ആകുക. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് ഫോർ എവരിതിങ്. ആരുടെ മേളിലും റിവെഞ്ച് എടുക്കാതെ നമ്മൾ സ്വയം സക്സസ് ആയി കാണിക്കുക. അതാണ് ഏറ്റവും നല്ല വിജയം. താങ്ക് യു.